ഹായ്, ഇതെന്താന്ന് മനസ്സിലായ? വീണ്ടും കുറച്ച് ചുണ്ടങ്ങ പറിച്ചുകൊണ്ട് വന്നേക്കുവാണേ. ഇത്തവണ ചുണ്ടങ്ങ കറി വയ്ക്കാനല്ല, ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലുണ്ട്. അപ്പം നമുക്ക് ഈ ചുണ്ടങ്ങ വെച്ചൊന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അതിന് നമുക്ക് ആദ്യം ഈ ചുണ്ടങ്ങ നമുക്ക് ഇതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചുണ്ടങ്ങ ഫുള്ള് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചുണ്ടങ്ങ ഫുള്ള് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇത് തൊട്ടിങ്ങനെ ഒന്ന് തല്ലി ഇങ്ങനെ ഒന്ന് തല്ലി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് എന്നിട്ട് ഇത് കഴുകി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ കറ ഫുള്ള് പോകണം. നമ്മുടെ ചുണ്ടങ്ങ ഫുള്ള് ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകി എടുക്കാം. ഒരു 5-6 വെള്ളത്തിൽ കഴുകി എടുക്കണം. ഇതിൻ്റെ വിത്താണ് കണ്ടോ. അത് 2 പച്ചമുളക് എടുക്കാം. ഈ പച്ചമുളക് നമുക്കിത് തന്നെ ചതച്ചെടുക്കാം. 2 എണ്ണമായിട്ട് മിക്സി ചതഞ്ഞ് കിട്ടാൻ പാടാം. നമ്മൾ മുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് വെയിലത്ത് ഉണക്കാൻ വയ്ക്കാം. ഇത് നമുക്ക് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വേവാൻ വയ്ക്കാം. നമുക്ക് ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അടുപ്പിൽ സൈഡൊന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോകും. മാവൊന്ന് കുറുകും തൈരിൽ. അതിന് വേണ്ടിയിട്ടാണ്. ഈ സൈഡ് കരിഞ്ഞത് നോക്കണ്ട, അടി കട്ടിയില്ലാത്ത പാത്രം ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ കണ്ട ആ മാവ് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിനപ്പത്തിപ്പോൾ ആ എരിവും ഉപ്പും തൈരിൻ്റെ പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ മാവ് അതിനകത്ത് ചേരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കുറുക്കിയെടുത്തത്. അപ്പോൾ ഒരു ചെറിയ ചൂടും തട്ടും, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഈ ചുണ്ടങ്ങ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗുണമുള്ള സാധനമാണ്. കടയിലൊന്നും മേടിക്കാനും കിട്ടത്തില്ല. ഇതേപോലെ വല്ലപ്പോഴും വല്ല പറമ്പിലും നിൽക്കുന്ന കാണുമ്പോൾ പറിച്ചുകൊണ്ട് വരാമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നട്ട് പിടിപ്പിക്കണം. ഇതിന് നമുക്ക്
ഇങ്ങനെ അങ്ങ് വെയിലത്ത് വെച്ച് കൊടുക്കേ. ഇതിന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ചുണ്ടങ്ങ കൊണ്ടാട്ടം ഒരു ദിവസത്തെ ഉണക്ക് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണേ. ഞാൻ ടെറസിലല്ല, ഇവിടെ മുറ്റത്താണ് വെച്ചത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സെറ്റായി പോയേനെ. ഒന്നുകൂടെ ഉണങ്ങി കഴിയുമ്പോൾ എൻ്റെ ക്വാണ്ടിറ്റി കുറയും. ഇത് പുറത്ത് വെച്ചിരുന്ന പൂപ്പൽ പിടിച്ചല്ല, അതുകൊണ്ട് നമുക്കൊരു ബോക്സിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നാളെ ഒന്നും കൂടെ വെയിലൊള്ളിച്ചെടുക്കാം. രണ്ടാമത്തെ ദിവസത്തെ ഉണക്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായേ. ഇപ്പം ഇത് നമുക്ക് പൊരിക്കാം. ആ പരുവായി എന്താ, ആ സെറ്റായി. നല്ല മണമാണ് ഇതിന്, ആ തൈരൊക്കെ പിടിച്ചതിൻ്റെ. നമ്മുടെ ചുണ്ടങ്ങ കൊണ്ടാട്ടേ ഒരു 3-4 ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷത്തെ ഈ പരുവായിട്ടുണ്ടേ. ഏതുണ്ടോ, ആദ്യത്തെ ഒരു ദിവസം നല്ല വെയിലുണ്ടായിരുന്നു, പിന്നെ വെയിൽ കുറവായിരുന്നു. 3-4 ദിവസം പിടിച്ചു ഇങ്ങനെ ഒന്നായി കിട്ടാനുണ്ട്. ഒരുപാടൊന്നും ഇതുണ്ട്. ഇതിപ്പോൾ നമുക്കിവിടെ 2 ദിവസം പൊരിക്കാനേ ഉണ്ടാകത്തുള്ളൂ. ഇതൊന്നും ഇവിടെ ഇരിക്കുകയൊന്നുമില്ല, 2-3 ദിവസം കൊണ്ട് തീരും. ഇതിനെ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണേ. ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇത് വെളിച്ചെണ്ണയാണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് പൊരിച്ചു നോക്കേ. ഇതൊക്കെ ഈ പാടത്തും പറമ്പിലും ഒക്കെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ ഒന്നും ഔഷധ ഗുണം ആർക്കും അറിയത്തില്ല. ഇതൊക്കെ ഒത്തിരി ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ്. ഒരു ചെറിയൊരു മെനക്കേട് മാത്രമേ ഉള്ളൂ ഒന്ന് ശരിയാക്കി എടുക്കാൻ. പക്ഷെ തിന്നാൽ നല്ല രുചി. എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാലക്കാടുകാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വീട്ടിൻ്റെ മുന്നിൽ ഒരിക്കൽ ഒരു ചുണ്ടങ്ങ മരം നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് കൊണ്ടാട്ടം കുറച്ചെടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് പൊരിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈ ചുണ്ടങ്ങയുടെ ഉപയോഗങ്ങളെപ്പറ്റി അറിയുന്നതും അത് ഇങ്ങനെ ഓരോ പരീക്ഷണം നടത്തി തുടങ്ങുന്നതും. അന്ന് എനിക്ക് ആ ചുണ്ടങ്ങ കൊണ്ടാട്ടം അവർ കൊണ്ടുവന്ന് തന്നിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലതായിരുന്നു. അപ്പം നമ്മുടെ കൊണ്ടാട്ടം ശരിയായിട്ടുണ്ടേ. നമ്മുടെ കൊണ്ടാട്ടം സെറ്റായിട്ടുണ്ട്. ഇനി കരിഞ്ഞു പോവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലൊരു മണം വരും കേട്ടോ. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ആ തൈരൊക്കെ പിടിച്ചതിൻ്റെ ഒരു മണം. നമ്മൾ നല്ലോണം തൈരിലിട്ട മുളക് വറുക്കുമ്പോൾ ഒരു മണം വരത്തില്ലേ, അതുപോലെ ഇതിലും വരും. ഇപ്പം തൈരിലിട്ട മുളകെന്ന് പറഞ്ഞ് കിട്ടുന്ന എല്ലാം ഉപ്പിലിട്ട് വെച്ച മുളകാണല്ലോ. അതുപോലെ തൈര് ഇട്ട് തന്നെ കിട്ടണം. അപ്പം നല്ല മണവും നല്ല രുചിയൊക്കെ വരും. ആ ചുണ്ടങ്ങ കൊണ്ടാട്ടം തിന്നു നോക്കാം. ചോറിൻ്റെ കഞ്ഞിയുടെ ഒക്കെ കൂടെ സൂപ്പറാണ് ഇത് തിന്നാൻ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുണ്ടങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറ് തിന്നാനാണേലും കഞ്ഞി കുടിക്കാനാണേലും ഒക്കെ മുളക് കൊണ്ടാട്ടം കഴിക്കുന്ന പോലെ തന്നെ ഇതും കഴിക്കാം. അതിനൊത്തിരി ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ മുളക് കൊണ്ടാട്ടത്തിനേക്കാളും. അത് ആർക്കെങ്കിലും ഒക്കെ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.